ഹലോ ഗൈസ്, എല്ലാവരും നമസ്കാരം. എന്താണ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉല്ലാസ് പന്തളം എന്നുള്ള ഒരു പുള്ളിക്കാരനുണ്ട്. അതായത് നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ളൊരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരനൊക്കെ അറിയായിരിക്കും. ഞാൻ ഇവിടെ കൊടുത്തേക്കും പുള്ളിക്കാരനെ കാണും. അതായത് പുള്ളിക്കാരൻ്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി. പുള്ളിക്കാരനെ കുറെ നാളായിട്ട് കാണാനില്ല പുള്ളിക്കാരനെ. സ്റ്റാർ മാജിക് നിർത്തിയതിനു ശേഷം പിന്നെ പുള്ളിക്കാരനെ കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ വീഡിയോയിൽ ഇതൊരു എന്തൊരു ഇനാഗ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരനെ അവിടെ കാണുകയുണ്ടായി. പുള്ളിക്കാരന് സ്ട്രോക്ക് വന്ന് അങ്ങനെ ആ വീഡിയോ കുറച്ച് വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ആർക്കും അറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ ഇത് വെളിയിൽ പോകുമ്പോൾ മാത്രമേ എല്ലാവരും അറിയത്തുള്ളൂ. പെട്ടെന്ന് ഒരുപാട് പ്രാർത്ഥന ചേട്ടനെ കിട്ടട്ടെ, എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടിട്ടുണ്ട്. കാരണം പുള്ളിക്കാരന് സ്ട്രോക്ക് വന്ന സംഭവം തിരുപ്പോലം ബുദ്ധിമുട്ടാണ്. ഓക്കെ, പെട്ടെന്ന് എന്താണ് സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ, പ്രാർത്ഥനയായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, പല ആൾക്കാരെ നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നി സംഭവം. കാരണം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ന് പറയുന്നത് കുട്ടികൾ ആൾക്കാർക്ക് അറിയായിരിക്കും. സങ്കടം വേണ്ട, ചെല്ലു ചെല്ലു ഉല്ലാസേട്ടാ, ചിരിച്ചിട്ട് പോ ഉല്ലാസേട്ടാ, ചിരിച്ചിട്ട് ഒന്നുമില്ല ചേട്ടാ, ചെല്ലു ചെല്ലു പോട്ടെ പോട്ടെ. പുള്ളിക്കാരൻ്റെ വീഡിയോയ്ക്ക് താഴെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഭാര്യയെ തൂങ്ങി മരിച്ചാൽ ഇയാൾക്കും പങ്കുണ്ടെന്ന തരത്തിലേക്ക് ഉള്ള ഒരു തരത്തിലേക്ക്. അപ്പം അതിന്റെ ശിക്ഷയാണ് ഈ പുള്ളിക്കാരൻ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലേക്കുള്ള നെഗറ്റീവായിട്ടുള്ള കമന്റുകളും വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമന്റ് വന്നു. വിവാഹം കഴിക്കാതിരിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. കാരണം നിയമം ഇപ്പം അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതി ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, അതിനുള്ള നടപടിയും കാര്യങ്ങളൊക്കെ, തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് എടുക്കും. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് അതിനെ പറ്റി അറിയാത്തതുകൊണ്ട്, ഞാൻ ആവശ്യത്തിന് അറിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് പുള്ളിക്കാരന് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മോശമായിട്ട് കാണാം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇപ്പം ഈ പറയുന്ന ഉല്ലാസ് പന്തളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഞാൻ ഒറ്റ ഒരു കാര്യം മാത്രം പറയാം. കാരണം ഈ പറയുന്ന നമ്മളും എല്ലാം പൂർണ്ണമായിട്ടും ശരി ചെയ്തിട്ട് നമ്മളൊരു തെറ്റും ചെയ്യാത്ത ആൾക്കാരാണ് നമുക്ക് സ്വയമേ കണ്ണാടി നോക്കിയിട്ട് പറയാൻ സാധിക്കും. നമ്മളും പല ആൾക്കാരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അറിഞ്ഞോ അറിയാതെയൊക്കെ. അപ്പം നമ്മളും ജനിച്ചു കഴിഞ്ഞ നാളൊരു കാലത്ത് ഒരു മരണം ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആരെയും എന്താ പറയാ, ഈ പറയുന്ന ഉല്ലാസ് പന്തളത്തെ ആയിരുന്നാൽ ആരും, കാരണം സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട്, അതായത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആ പുള്ളിക്കാരന്റെ മുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ അത് കണ്ടത്. മനസ്സിലായി? പല ആൾക്കാരുടെ സപ്പോർട്ട് പുള്ളിക്കാരൻ ആവശ്യമാണ്. സപ്പോർട്ട് എന്ന് വെച്ചാൽ മെന്റലി സപ്പോർട്ട് ആയിരുന്നാലും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. മാക്സിമം തിരിച്ചു വരട്ടെ, പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു.